നമസ്കാരം. 2024 ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മയാമി ഓപ്പൺ ടെന്നീസ് ഡബിൾസിൽ മാത്യു എബ്ഡനൊപ്പം കിരീടം ചൂടിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയ്ക്ക് സ്വന്തമായത് ATP മാസ്റ്റേഴ്സ് 1000 കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന നേട്ടമാണ് 44-ാം വയസ്സിൽ തേടിയെത്തിയത്. ലിയാൻഡർ പേസിനു ശേഷം 9 ATP മാസ്റ്റേഴ്സിന്റെയും ഫൈനൽ കടന്ന ഇന്ത്യൻ താരം. ഏറ്റവും പ്രായം കൂടിയ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ. 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് രോഹൻ ബൊപ്പണ്ണയ്ക്ക് ഉള്ളത്. ഗ്രാൻഡ് സ്ലാം നേടിയ ഇന്ത്യൻസ് എന്ന് പറയുന്നത് സാനിയ മിർസ, രോഹൻ ബൊപ്പണ്ണ, ലിയാൻഡർ പേസ് ആൻഡ് മഹേഷ് ഭൂപതി. 4 പേർക്കാണ് ഇതുവരെ ഗ്രാൻഡ് സ്ലാം കിട്ടിയത്. 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യ പുരസ്കാരം ലഭിച്ചത് PR ശ്രീജേഷിനാണ്. മികച്ച താരമായി തിരഞ്ഞെടുത്തത് ഹാർദിക് സിംഗ്. മികച്ച വനിതാ താരം സലീമ ടെറ്റെ. മികച്ച മിഡ്ഫീൽഡർ ഹാർദിക് സിംഗ്. മികച്ച മിഡ്ഫീൽഡറും അതുപോലെ തന്നെ മികച്ച താരവുമായി തിരഞ്ഞെടുത്തത് ഹാർദിക് സിംഗിനെയാണ്. മികച്ച പ്രതിരോധ നിര താരം ഹർമൻപ്രീത് സിംഗ്. മികച്ച ഫോർവേഡ് അഭിഷേക്. കഥകളി നടൻ കലാമണ്ഡലം കേശവദേവ് അന്തരിച്ചു. റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം 90 രൂപയുടെ നാണയം. 9 പതിറ്റാണ്ട് നീളുന്ന RBIയുടെ പ്രവർത്തന മികവിന്റെ അംഗീകാരമായി പുറത്തിറക്കിയ നാണയത്തിൽ RBI at 90 എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ ചെയ്തതനുസരിച്ചാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി 1934 റിസർവ് ബാങ്ക് രൂപീകരിച്ചത്. 1935 ഏപ്രിൽ 1 പ്രവർത്തനം തുടങ്ങി. ഇപ്പോഴത്തെ RBI ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത് ദാസ് ആണ്. ട്രാക്ക് ആൻഡ് ഫീൽഡിലെ മലയാള ഇതിഹാസമായിരുന്ന ഷൈനി വിൽസൺ ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 2024-28 വരെ 4 വർഷത്തേക്ക് പദവിയിലുണ്ടാവും. ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാന്റിന് മലയാളി വിവർത്തക ഡോക്ടർ വൃന്ദ വർമ്മ അർഹയായി. 4000 അമേരിക്കൻ ഡോളറാണ് ഗ്രാന്റ്. കോഴിക്കോടിലെ NITയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ വൃന്ദ പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി രചിക്കപ്പെട്ട അലിംഗം എന്ന നോവലാണ് തർജ്ജമ ചെയ്യുന്നത്. അലിംഗം എഴുതിയത് S ഗിരീഷ് കുമാറാണ്. ഏപ്രിൽ 2 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും പൂർണ്ണ ബോധവൽക്കരണം നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 2024 പ്രമേയം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പ്രയാണം. 2008 മുതലാണ് ഓട്ടിസം ദിനം ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജുഡിത്ത് സുമിൻവാർ ടുലു. റൂൾ ഓഫ് ബിസിനസ് ഭേദഗതിക്ക് ഗവർണറുടെ അംഗീകാരം. കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങൾക്ക് നിയമനിർമ്മാണത്തിന് കേന്ദ്ര അനുമതി വേണ്ട. ഭേദഗതി പ്രകാരം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ സംസ്ഥാനം നിയമനിർമ്മാണം നടത്തുമ്പോൾ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് വിരുദ്ധമാണെന്ന് തോന്നിയാലോ ഭരണഘടനയ്ക്കും നിയമത്തിനും സുപ്രീം കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാലോ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം പ്രകാരം ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് പരിഗണനയ്ക്ക് അയക്കാം. കേരളത്തിൽ ഈ അടുത്ത് കണ്ടുവന്ന തീരപ്രദേശങ്ങളിൽ കടൽ കയറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് കള്ളക്കടൽ പ്രതിഭാസം. അവിചാരിതമായി കടൽ കയറിവന്ന് കരയെ വിഴുങ്ങുന്ന പ്രതിഭാസമാണ് കള്ളക്കടൽ. സുനാമിയോളം ഭീകരമല്ലെങ്കിലും നിസ്സാരമായി കാണാൻ സാധിക്കുന്നതുമല്ല. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്നറിയപ്പെടുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി PM ശ്രീ സ്കൂൾ. PM ശ്രീ സ്കൂളിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രധാൻ മന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. PM സ്കൂൾ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്.
2022-23 മുതൽ 2026-27 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. PM ശ്രീ സ്കൂളിന്റെ പദ്ധതി നിർവഹണ ചുമതല എന്ന് പറയുന്നത് സമഗ്ര ശിക്ഷ അഭിയാനാണ്. ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്നും ഒഴിവാക്കിയത് 2006-ലാണ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഡെവിൻ. ഡെവിനെ വികസിപ്പിച്ചത് അമേരിക്കൻ കമ്പനിയായ കോഗ്നിഷൻ ആണ്. മനുഷ്യരുടെ നിർദ്ദേശങ്ങൾ സ്വയം മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഗവേഷണം നടത്താനും സ്വന്തമായി കോഡുകൾ വികസിപ്പിക്കാനും ഈ ഡെവിൻ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാസങ്ങളും വർഷങ്ങളും ചെലവഴിച്ച് വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഡെവിന്റെ സഹായത്തോടുകൂടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ്. ഡെവിൻ ഒരു മികച്ച സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് ലഭ്യമാക്കാനായിട്ട് പണച്ചെലവുള്ള കാര്യമാണ്. അങ്ങനെ ഡെവിന്റെ ഓപ്പൺ സോഴ്സ് ഇന്ത്യൻ പതിപ്പായ ഒരു സോഫ്റ്റ്വെയർ മുഫീദ്, തൃശ്ശൂരിലുള്ള മുഫീദ് നിർമ്മിച്ചിരിക്കുകയാണ്. ആ സോഫ്റ്റ്വെയറിന്റെ പേര് ദേവിക എന്നാണ്. അത് ആർക്കും ഇഷ്ടാനുസരണം കോഡിങ്ങിൽ മാറ്റം വരുത്താനും അതുപോലെ തന്നെ ആർക്കും ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ദേവിക. ലിമിനൽ എന്ന സൈബർ സുരക്ഷാ കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ സ്ഥാപകനാണ് മുഫീദ്. രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി CAR-T സെൽ തെറാപ്പി. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക സ്ഥാനമുള്ള ശ്വേതരക്താണുക്കളാണ് T സെല്ലുകൾ. അർബുദ രോഗം ബാധിച്ച കോശങ്ങളെ ആക്രമിക്കാൻ T സെല്ലുകൾക്ക് പ്രാപ്തമാക്കുക എന്നതാണ് ചികിത്സാ രീതി. IIT ബോംബെയും ടാറ്റ മെമ്മോറിയൽ സെന്ററും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഈ ജീൻ അധിഷ്ഠിത ചികിത്സ. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7-ാം തീയതി രൂപീകൃതമായ ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക വാർഷിക ദിനം എല്ലാ കൊല്ലവും ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശം എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2024 ഏപ്രിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയുടെ വകഭേദം H5N1. പക്ഷികളിൽ കണ്ടുവരുന്ന ഇൻഫ്ലുവൻസ വൈറസ് ആണ് H1N1, H5N1 എന്നിവ. വ്യത്യസ്ത ജനിതക ഗ്രൂപ്പുകളിൽ പെടുന്ന ഈ ഇൻഫ്ലുവൻസ വൈറസുകൾ മനുഷ്യരെ എളുപ്പത്തിൽ ബാധിക്കില്ല. ഇന്ത്യയിൽ പക്ഷിപ്പനി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കണ്ണിന് അസ്വസ്ഥത അല്ലെങ്കിൽ കണ്ണിലെ ചുവപ്പ് ആയിരുന്നു ടെക്സസിൽ വൈറസ് ബാധിച്ച ആളിൽ കണ്ട ലക്ഷണങ്ങൾ. വായുവിലൂടെയും സ്പർശനത്തിലൂടെയും ഒക്കെ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. പനി, ചുമ, ശരീരവേദന, ന്യൂമോണിയ, ശ്വാസതടസ്സം എന്നിവയാണ് വൈറസ് ബാധിച്ച മനുഷ്യരിൽ കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ.